നമ്മുടെ മഹല്ലുകളിൽ വിവാഹം നടക്കുന്ന സമയങ്ങളിൽ നമ്മുടെ രക്ഷിതാക്കൾക്ക് ഒരു പുരുഷനെ കിട്ടിയാൽ മതി പുതിയാപ്ല എന്ന ചിന്തയുണ്ട്. ഗൗരവതരമായി നമ്മൾ അതിൽ ഇടപെടണം, അവരുടെ ഗുണത്തിന് വേണ്ടി. കാരണം അവിടെ സുന്നികൾക്ക് ഒരു സുന്നിയല്ലാത്ത പുതിയാപ്ല വന്നാൽ ആ കുടുംബത്തിൽ ഫിത്നയുടെ തുടക്കമായി അവിടെ റഹ്മത്ത് അല്ല ഉണ്ടാവുക. അവിടെ സത്യത്തിൽ മുസീബത്തും ഫിത്നയുമാണ് ആ കല്യാണത്തോടു കൂടി ആരംഭിക്കുക. അങ്ങനെ പുതിയാപ്ല വന്നാൽ തന്നെ ആ പുതിയാപ്ല വന്ന ആദ്യത്തെ അദ്ദേഹത്തിന്റെ വിലക്ക് പള്ളിയിൽ നിന്ന് നേർച്ചച്ചോറ് വരുന്നത് വാങ്ങരുത് എന്നായിരുന്നു. രണ്ടാമത്തെ വിലക്ക് ഉമ്മയുടെയോ വാപ്പയുടെയോ വലിയ വാപ്പയുടെയോ മരിച്ചുപോയ ദിവസമല്ല പ്രാർത്ഥനയും നടത്തുന്ന യാസീൻ ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെതിരായിരിക്കും. പിന്നീട് വരുന്നത് റബീഉൽ അവ്വലിൽ മൗലിദ് നടത്തുന്നുണ്ടെങ്കിൽ അതിനെതിരായിരിക്കും. പിന്നീട് വരിക നമ്മൾ അവസാനമായി ആരെങ്കിലും നമ്മുടെ വീട്ടിൽ മരിച്ചുപോയാൽ അവിടെ വെച്ച് ഖുർആൻ പാരായണം ചെയ്യുന്നതിനായിരിക്കും വിലക്ക് വരുന്നത്. ഏറ്റവും അടുത്ത കാലത്ത് ഇവിടെ രൂപം നൽകപ്പെട്ട ഒരു പള്ളി ഉണ്ടല്ലോ, ഷാദിലി പള്ളി എന്നാണ് അതിന്റെ പേര് തന്നെ. ആ പള്ളിയിൽ പോലും ജുമാക്ക് പോയാൽ ആ ജുമാ നമ്മൾ നമസ്കാരം മാറ്റി നിസ്കരിക്കേണ്ടി വരും. ആ കോലത്തിലാണ് അവിടെ ജുമാ നടക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നു, കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ ടൗണിലെ സുന്നി പള്ളികളൊക്കെ സുന്നി പള്ളി അല്ലാതായി മാറിയതുപോലെ കോഴിക്കോട് മുഹീദ്ദീൻ പള്ളി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഉണ്ടാക്കിയ പള്ളിയാണ്, പക്ഷെ അത് ഇപ്പോൾ മുജാഹിദിന്റെ പള്ളിയാണ്. അങ്ങനെ ഒരുപാട് പള്ളികൾ സുന്നികളുടെ പള്ളി സുന്നിയല്ലാത്ത പള്ളിയായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ നമ്മുടെ മഹല്ലുകളും സ്ഥാപനങ്ങൾ അട്ടിമറിക്കപ്പെടാതിരിക്കാൻ നമ്മൾ അങ്ങേയറ്റം ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. നമ്മുടെ മഹല്ലുകളിൽ വിവാഹം നടക്കുന്ന സമയങ്ങളിൽ നമ്മുടെ രക്ഷിതാക്കൾക്ക് ഒരു പുരുഷനെ കിട്ടിയാൽ മതി പുതിയാപ്ല എന്ന ചിന്തയുണ്ട്.